ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ നടന്ന സംഭവങ്ങളൊക്കെ വേദയോട് പറയുകയാണ്. ഇനി ഞാനും ദീപ്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാനായിട്ട് അത്ര ഭീഷണിയോ ആളോ ഒന്നും ആവശ്യമില്ല. ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ജീവൻ ഇല്ലാതാക്കാനായിട്ട് എനിക്ക് കഴിയും. അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വരുണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ അമ്മേനെ കെട്ടിപ്പിടിച്ച് വരുൺ കരയാണ്. പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ. ദീപ്തി കയറി വരികയാണ്. അപ്പോൾ ദീപ്തിനോട് ചോദിക്കും, ദീപ്തി നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാനൊരു കൂട്ടുകാരിയുടെ അടുത്തായിരുന്നു അച്ഛാന്ന് പറയുമ്പോൾ ദീപ്തി നീ നോണ പറയരുതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും പത്മ അവിടെ നിന്ന് വരികയാണ്. ഏത് കൂട്ടുകാരിയടി നിൻ്റെ കൂടെ ബീച്ചിൽ കറങ്ങി നടന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തിക്ക് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ പറയും കൂട്ടുകാരിയല്ല കൂട്ടുകാരനാണ് പോരെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ദീപ്തി. അപ്പോഴേക്കും ശങ്കരനാരായണൻ വന്നിട്ട് പറയണം, മോളെ ആണായിട്ടും പെണ്ണായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഏത് തരക്കാരാണ് എങ്ങനെയുള്ളവരാണെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ദീപ്തിയാണെന്നുണ്ടെങ്കിൽ എടുത്തടിച്ച പോലെയാണ് കേട്ടോ മറുപടി പറയുന്നത്. വരുൺ ഏത് തരക്കാരാണ് എങ്ങനെയുള്ള ആളാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് അവിടേക്ക് വരാൻ അവനെ എന്തിനാണ് ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് നിനക്ക് അറിയോടി എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. നിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അവനെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലാക്കിയതാണ്, അത് നിനക്കറിയോ? എന്തിനാണ് അവനെ വരുണിനെ തല്ലിച്ചതച്ചത്, അതും നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദീപ്തി പറയാണ്, എനിക്കറിയാം വരുണൊരു പൊട്ടക്കാലം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ കാലത്തും അയാൾ അങ്ങനെ തന്നെ അവിടെ നിന്നുണ്ടോ? എടി അപ്പോൾ നീ എല്ലാതും അറിഞ്ഞുകൊണ്ടാണല്ലേ ഇത്തരത്തിൽ ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ ശങ്കരനാരായണൻ പറയും, ശ്രീകാന്തേ നീ മിണ്ടാതിരിക്കുകയെന്ന് പറയട്ടാ. ചേട്ടാ ഞാൻ ബുദ്ധിയുള്ളവളാ, ഏത് കാര്യം ഏത് രീതിയിൽ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവും അറിവും എനിക്കുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. എടുത്തടിച്ചതുപോലെയാണ് ദീപ്തി ശ്രീകാന്തിനോടും ശങ്കരനാരായണനോടും പത്മത്തിനോടും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്തിനാണ് ദേഷ്യം കൊണ്ട് ശ്രീകാന്ത് വഴക്ക് പറയാണ് കേട്ടോ. നിൻ്റെ ചേച്ചി ചെയ്ത പോലെയാണോ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്ന അവൻ അതുപോലെയാണോ മോളെ ഇത്? അവരുടെ ബന്ധം ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ, പക്ഷെ ന്യായീകരിച്ചിട്ടുമില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, അവൻ ഏത് തരത്തിലുള്ള സ്വഭാവമാണെന്ന് നിനക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം. വരുണിനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ടുള്ളത് ഡ്രഗ്സാണ്. അങ്ങനെ ഒരു അടിമപ്പെട്ടത് കൊണ്ടാണ് വരുൺ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ നിങ്ങൾ ബോധപൂർവ്വം അതേപോലെ തെറ്റ് ചെയ്യുന്നതോ? നിങ്ങൾ രണ്ടുപേരും ഒന്നും മദ്യപിക്കാറില്ലേ? അതോ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ പത്മം പറഞ്ഞു, അതുപോലെയാണോ മയക്കുമരുന്ന് ചോദിക്കും. അതിലൊക്കെ തന്നെയാണ് അമ്മയെ തുടക്കം, പിന്നീടാണ് ഇതിലേക്കൊക്കെ തിരിയുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വരുൺ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ആ കേസ് കോടതിയിൽ വന്ന് ന്യായം വരുണിൻ്റെ പക്ഷത്താണെന്ന് വക്കീൽ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വെറുതെ വിടൂലേ വരുണിനെ? ആ വെറുതെ വിട്ട ആൾ അതോടുകൂടി നശിക്കണമെന്ന് അച്ഛൻ തീരുമാനിക്കുമോ, അല്ലെങ്കിൽ അച്ഛൻ വിചാരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. വരുൺ അങ്ങനെ ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ കഴിഞ്ഞ കാലത്ത് നിന്നൊക്കെ മാറി ചിന്തിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് വരുൺ ആഗ്രഹിക്കുന്നു. അതിന് എൻ്റെ കൈ പിടിക്കാനായിട്ട് വരുൺ ആഗ്രഹിച്ചപ്പോൾ ഞാനതിൽ സമ്മതിക്കുകയും ചെയ്തു. അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്യുമെന്ന് തന്നെ ദീപ്തി ഉറപ്പിച്ച് പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ശങ്കരനാരായണനും ഭയങ്കര സങ്കടമാവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, നീ എന്താ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് ഞങ്ങൾ സമ്മതിക്കണ്ടേ? നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടെന്ന് കരുതിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ദീപ്തി. അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരികയാണ്. ചേച്ചി ഒരാളുടെ കൂടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയില്ലേ, അതുപോലെയല്ല ഞാൻ എൻ്റെ തീരുമാനങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോകും കേട്ടോ. ശങ്കരനാരായണൻ ഉണ്ടെങ്കിൽ വിഷമിച്ച് ആകെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേദ വിക്രമിനോട് നടന്ന കാര്യങ്ങൾ, അതായത് വരുണിൻ്റെ അടുത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിക്രം ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇതൊക്കെ വിശ്വസിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാനിതൊന്നും വിശ്വസിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരുമ്പോൾ ഞാനിതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായില്ല. പക്ഷെ പോരിന് വഴി എപ്പോഴോ എൻ്റെ മനസ്സും അത് വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ദീപ്തിയുടെ സ്വഭാവം അങ്ങനെയാണ്. ദീപ്തിക്ക് എപ്പോഴും മറ്റുള്ളവരോട് അനുകമ്പയും സ്നേഹവും ഒക്കെയാണ്. പിന്നെ സൈക്കോളജി ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതും കൂടിയിട്ട് നോക്കിയപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണോ, അയാൾ മാറിയോ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു എന്ന് പറയുകയാണെ. അപ്പോൾ വിക്രം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അതെ നിൻ്റെ അനിയത്തിക്ക് ഇതൊരവസ്ഥയാണ്. അതായത് സൈക്കോളജി പഠിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ വന്നുകൂടാന്നൊന്നുമില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു
ആനന്ദം ഉണ്ടാവും, ഒരു തരം ആനന്ദം. ആ ആനന്ദം കണ്ടെത്താനാണ് ദീപ്തി ശ്രമിക്കുന്നത്. താൻ പ്രകാരം ഒരാളുടെ ജീവൻ രക്ഷപ്പെടുകയും അയാൾക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നതാണ് തൻ്റെ അനിയത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനായിട്ട്, പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് യുവമിഥുനങ്ങളെ നമ്മൾ എന്തിനാ പിരിക്കുന്നത്? അപ്പോൾ അതുമൂലം അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ? കുഴപ്പമുണ്ടാവും. ഇത് അവൻ്റെ അടവാണെന്ന് അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ അവൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന്? അവൻ ഏത് രീതിയിൽ പ്രതികാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന സമയത്താണ് ദീപ്തി അവിടെ എത്തപ്പെട്ടത്. ദീപ്തിയുടെ ബലഹീനതകളൊക്കെ കറക്റ്റായിട്ട് വരുൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് വരുൺ അവളെ വലയിലാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് അവസാനം ചെന്നെത്തുന്നവരെ ഈ അഭിനയം അവൻ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെ പറയാൻ കേട്ടോ. ഇതൊരു തരം സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണെന്നൊക്കെ പറയും. ഇതൊക്കെ എങ്ങനെ വിക്രത്തിന് അറിയാൻ ചോദിക്കുമ്പോൾ, ഞാൻ ജയിലിൽ കിടന്നിരുന്ന കാലത്ത് സൈക്കോളജി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അവിടെയുള്ള മനുഷ്യരുടെ ജീവനും ജീവിതങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോറി, ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചല്ല. അതിനെന്തിനാ സോറി? ആ കാലഘട്ടം എനിക്ക് കുറച്ച് ഉപകാരങ്ങൾ ഉണ്ടാക്കി തന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ദീപ്തി അങ്ങനെ ബുദ്ധിയില്ലാത്തവളാണെന്നാണോ? സൈക്കോളജി പഠിക്കുന്ന ദീപ്തിക്ക് ഈ വക കാര്യങ്ങളൊക്കെ അറിയില്ലേ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഡോക്ടർക്ക് രോഗം വരാതിരിക്കുമോ? ഇല്ലല്ലോ. ഇതൊരു തരം മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റ്. അയാൾ മറ്റുള്ളവരുടെ മനസ്സിനെ പഠിക്കുന്ന ആളാണ്. പക്ഷേ ഏതൊരാളെ കണ്ടാലും അയാൾ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് തൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇടും. എന്നിട്ട് പറയും, ഇതെൻ്റെ ഏറ്റവും വലിയ നിമിഷമാണ്, ഇതാണ് എൻ്റെ അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടിടും. അത് അയാളുടെ ഒരു മാനസികാവസ്ഥയാണ്. ഇത്രയും വലിയ മനസ്സ് വായിക്കുന്ന ഒരാളായിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ വേദ വിക്രമിൻ്റെ ആ വക കാര്യങ്ങളിൽ നല്ല അറിവുണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവണേ. അപ്പോൾ വേദ ചോദിക്കണേ, ഇതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, ഇതുപോലെ മറ്റൊരാളോടുള്ള അമിതമായ വിധേയത്വം മൂലം ഒരാളെ തല്ലിച്ചതയ്ക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ഏതു തരം ആനന്ദമാണ് എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ വിക്രത്തിന് മനസ്സിലാവണ തന്നെക്കുറിച്ചാണ്. അതേ ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യപ്പസ്വാമിനെ പിടിച്ച് സത്യം ചെയ്യിച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ അതൊരു തരം ആനന്ദം തന്നെയാണെന്ന് പറയൂട്ടോ. ആണോ? അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസന് വേണ്ടിയിട്ട് ഇത്രയധികം വിധേയത്വം കാണിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തൽ വിക്രം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രത്തിന് അതിന് മറുപടി ഇല്ല കേട്ടോ. വിക്രം ഒന്നും മിണ്ടുന്നില്ല. വിനി അത് പോട്ടെ, എന്തായാലും ഈ ദീപ്തിയുടെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനം എടുക്കണം? അപ്പോൾ വിക്രം പറയും, എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. വരുണിനോട് വിക്രം സംസാരിക്കും. പിന്നെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആളല്ലേ എന്ന് പറയാം കേട്ടോ. അഭിനയിക്കണോ? ഞാൻ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് ശേഷം വിക്രം വീണ്ടും പറയും, എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ആൾ പറയുന്ന കാര്യമല്ലേ, അനുസരിക്കാണ്ട് വയ്യല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആ അഭിനയത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് മലയ്ക്ക് പോയി വന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയും കേട്ടോ. വിക്രത്തിനെ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അതിന് ശേഷം പറയും, അതെന്തായാലും പോട്ടെ, വിക്രം വരുണിനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ്. വേദ വിക്രത്തിൻ്റെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ വിക്രം ഇങ്ങനെ വേദന നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. വേദ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ വിക്രത്തിനൊരു വേദയോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും പ്രണയമൊക്കെ അങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ ഇരിക്കാണ്ട്, എന്തൊക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, ഒരൊറ്റ ചോദ്യം കൊണ്ട് അവൾ എല്ലാതും ഇല്ലാതാക്കി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വേദ വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കാണ്ട്, അതേ വിഷമിക്കേണ്ട സ്വാമി, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ്. അതെ, എല്ലാവർക്കും മാനസികമായിട്ടുള്ള ഓരോരോ ഇത്തിരി കുറവുകളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും സ്വാമി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയട്ടോ. അങ്ങനെ ചിരിച്ചും കൊണ്ട് വേദ അവിടെ നിന്ന് പോകുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന നോക്കിയിട്ട് ഭയങ്കരമായിട്ടൊരു സന്തോഷത്തോടു പ്രണയത്തോടു കൂടിയിട്ടൊക്കെ ചിരിക്കുകയാണേ. പിന്നെ കാണിക്കുന്നത് പത്മത്തിനെയാണ് കേട്ടോ. പത്മം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശങ്കരേട്ട, അവൾ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അവൾ വളർന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് മാത്രമല്ലേ നമ്മുടെ മക്കൾ കുട്ടികളായിട്ടുള്ളൂ, അവർ ശരിക്കും വളർന്നല്ല എന്ന് പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശങ്കരേട്ടാന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. മൂത്ത മോളെ കണ്ടുപഠിച്ച് അനിയത്തിയും കൂടി ഇങ്ങനെ ആയിന്ന് വിശ്വസിക്കാം, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് പറയട്ടോ. എന്തായാലും അവളെ വേദ ഇറങ്ങിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നീയും അവളെ പിന്തുണച്ചതല്ലേ, എല്ലാം
അവൾ ഇറങ്ങിപ്പോയപ്പോൾ ദൈവം അവളെ കാത്തോളുന്നല്ലേ പറഞ്ഞത്. ഇപ്പം നീ നിൻ്റെ അമ്മായിമ്മനെ വിളിച്ച് പറയും ഇതേ ഇളയമോളും ഇതേപോലെ ആയിട്ടുണ്ട്, ദൈവത്തിന് കൂട്ടുപിടിക്കുക. ദൈവത്തിന് കൂട്ടുപിടിച്ചിട്ടാണല്ലോ നീ അന്ന് വേദന സപ്പോർട്ട് ചെയ്തത്. ഇപ്പം എന്താ ദൈവത്തിന് കൂട്ടുപിടിച്ച് ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്മം കരയാണ് കേട്ടോ. എന്നാലും അവൾ ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ ചെന്ന് പെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് പറയും. എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശങ്കരേട്ടനും കൂടെ കേട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മതിപ്പ് തന്നെയാണ്. എനിക്ക് പുറമേ നിന്ന് നോക്കുന്നവർക്ക് എനിക്ക് എന്താ ഇല്ലാത്തത്, ജില്ലാ ജഡ്ജി എന്ന് പദവി, പണം, ബിസിനസ് ചെയ്യുന്ന മകൻ, അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നനാണ്. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ളൊരു ശേഷിയില്ലാത്തവനാണെന്ന് എനിക്കെല്ലാം അറിയുള്ളൂ എന്നൊക്കെ പറയാണ്. എന്തായാലും ഇത് ഞാനങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. മൂത്തവൾ പോയ വഴിയെ ഇളവൾ പോകാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മോള് ഇരിക്കില്ല എന്ന് ചിന്തിക്കാൻ പോലും ഞാൻ തയ്യാറാവും. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നതെന്ന് ശങ്കരനാരായണൻ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് വിക്രമും വേദയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്ന് തൊഴുത് വഴിപാടൊക്കെ കഴിക്കുകയാണ്. വഴിപാട് കഴിച്ച് കഴിയുമ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട് എന്ന് പോകണം മലയ്ക്കെന്ന് ചോദിക്കുമ്പോൾ മകരവിളക്കിന് പോകുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരുമ്പോൾ വേദ പറയാണ് വിക്രം ദേ അവിടേക്ക് മാറിയിരുന്നു കേട്ടോ, എനിക്ക് 7 അടി പ്രദക്ഷിണം ചെയ്യാനുണ്ടെന്ന് പറയും. 7 എണ്ണം ചോദിക്കും. അതെ 7 എണ്ണം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.